ഈ വീഡിയോ കർണാടകയിലെ ഒട്ടുമിക്ക ന്യൂസ് ചാനലുകളിലും വലിയ പ്രാധാന്യത്തോടു കൂടിയിട്ട് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DK ശിവകുമാറിന്റെ കൂടെയുള്ളത് ബസവരാജ് ബൊമ്മയാണ്. ഈ ബസവരാജ് ബൊമ്മയും DK ശിവകുമാറും നേർക്ക് നേർ യുദ്ധം ചെയ്ത രണ്ടുപേരാണ്. നേർക്ക് നേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസവരാജ് ബൊമ്മയ്ക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, അതിശക്തമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുകയും അദ്ദേഹത്തെ തെരുവിലടക്കം അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം നയിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് DK ശിവകുമാർ. കർണാടക രാഷ്ട്രീയത്തിൽ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ ഇപ്രാവശ്യത്തെ BJP ഭരണത്തിന്മേലിൽ ഉണ്ടായിട്ടുള്ളത്. അതിനെ ചുക്കാൻ പിടിച്ചത് DK ശിവകുമാറാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ DKയുടെ കൺകണ്ട എതിരാളികളിൽ ഒരാളാണ് ബസവരാജ് ബൊമ്മ. ബൊമ്മ മാത്രമല്ല, ബൊമ്മയുടെ കൂടെയുള്ള ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ആളുകളൊക്കെ DK ശിവകുമാറിനെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ BJPയുടെ പ്രവർത്തകർ ഈ പറയപ്പെടുന്ന നേതാക്കന്മാരെ രൂക്ഷമായി വിമർശിക്കാൻ തുടങ്ങി. അത് വേറൊന്നും കൊണ്ടല്ല, ഈ പറയപ്പെടുന്ന നേതാക്കന്മാരൊക്കെ DK ശിവകുമാറിനെ കാണാൻ വരുന്നു, DK ശിവകുമാറിന്റെ കൂടെ നിന്നുകൊണ്ട് ചിത്രമെടുക്കുന്നു, സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു, DKയോട് ചിരിച്ചു സംസാരിക്കുന്നു. ഒരു പ്രശ്നവും ഇന്നേ വരെ ഇല്ലാത്തതുപോലെ DKയോട് സംസാരിക്കുന്നത് കാണുമ്പോൾ ഈ BJP പ്രവർത്തകർ തന്നെ, അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള ആളുകൾ തന്നെ ചോദിക്കുന്നു, നേതാക്കന്മാരെ നിങ്ങൾക്ക് പേടി വന്നു എന്നുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ DK ശിവകുമാർ കർണാടകയുടെ മണ്ണിൽ ഒരു വിപ്ലവ സൂര്യനായി തന്നെ മാറുന്നു എന്ന് തന്നെ വേണം പറയാൻ. അയാൾ കൃത്യമായ ഒരു പവർ ഹൗസായി കർണാടക രാഷ്ട്രീയത്തിൽ മാറുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പറയപ്പെടുന്ന വീഡിയോ. കാരണം ഈ വീഡിയോയിൽ DKയെ കാണാനും DKയുടെ കൂടെ നിൽക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ തയ്യാറാകുന്നത് അത്ര നിസ്സാരക്കാരായിട്ടുള്ള നേതാക്കന്മാരൊന്നും അല്ല. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ബസവരാജ് ബൊമ്മയെ തന്നെയാണ്. ബൊമ്മ DK ഇങ്ങനെ പറ്റി നിന്നുകൊണ്ട് ചിത്രം എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമല്ലേ എന്നുള്ളത് പലർക്കും ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ കർണാടകയുടെ രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ കർണാടകയിൽ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ, DK ശിവകുമാറിനെതിരെ CBI അന്വേഷണത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അനുമതി കൊടുത്തത് ബസവരാജ് ബൊമ്മയാണ്. ഈ CBI അന്വേഷണം കർണാടകയിലേക്ക് വരുന്നു എന്ന് സ്വാഭാവികമായിട്ട് സർക്കാരിന്റെ ഒരു അനുമതി വേണം. അതുകൂടാതെ ഇത് CBI അന്വേഷിക്കണം എന്നുള്ളതും കൂടിയാണ് ബസവരാജ ബൊമ്മയുടെ സർക്കാർ ഈ പറയപ്പെടുന്ന CBIയോട് തന്നെ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് അനുമതി നൽകുകയും അതിനുള്ള എല്ലാ സഹായം ചെയ്തു കൊടുത്തത് ഇയാളാണ്. CBI കേസ് എന്ന് പറയുന്നത് DK ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ള ഒരു സംഭവമാണ്. എപ്പോ വേണമെങ്കിലും ശിവകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അത് നിലവിൽ സാധ്യമാകുമോ ഇല്ലേ എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബസവരാജ് ബൊമ്മ എന്ന് പറയുന്ന ആ അധികാര കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആൾ പലപ്പോഴും DKയെ ഉപദ്രവിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ അയാൾ ഇപ്പോൾ ഈ പറയപ്പെടുന്നത് പോലെ DK ശിവകുമാറിനെ കാണുകയും അയാളുടെ കൂടെ നിൽക്കുകയും ചിത്രവും ഒക്കെ പകർത്തുന്നത് കാണുമ്പോൾ BJPയുടെ പ്രവർത്തകർക്കിടയിൽ സ്വാഭാവികമായിട്ട് ചില ചോദ്യങ്ങൾ വരുന്നു. നിങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള കർണാടകയിലെ പല ചാനലുകൾക്ക് താഴെ വരുന്ന കമന്റുകളൊന്നും ശ്രദ്ധിച്ചാൽ മതി. ഇതെന്തൊരു തോന്നിവാസമാണ്, എന്തിനാണ് DK ശിവകുമാറിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്, അയാൾ നമുക്കെതിരല്ലേ എന്നൊക്കെ പറയുന്ന തുരുതുരാ കമന്റുകൾ. പക്ഷെ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് DK ശിവകുമാർ കർണാടകയുടെ ഒരു പവർ ഹൗസായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും ആശ്രയിക്കേണ്ടി വരുന്ന, അതല്ല എങ്കിൽ ചൊടിപ്പിച്ചു കഴിഞ്ഞാൽ പണി 8-ന്റേത് കിട്ടും എന്ന് തന്നെ എതിരാളികൾ പ്രതീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ട് കർണാടകയുടെ മണ്ണിൽ DK ശിവകുമാർ വാഴുന്ന കാഴ്ചകൾ BJPയെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അതിലെടുത്തു പറയേണ്ടത് ഈ SN കൃഷ്ണയെ കാണാൻ വേണ്ടിയിട്ട് പോയ സംഭവങ്ങളാണ്. SN കൃഷ്ണ എന്ന് പറയുന്നത് നേരത്തെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു, കോൺഗ്രസിൽ മന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞ് SN കൃഷ്ണ BJPയിൽ ചേർന്നു. അപ്പൊ പിന്നീട് BJPയുടെ സജീവ രാഷ്ട്രീയത്തിൽ കടന്നുപോയ ഒരാളാണ്. പക്ഷെ അധികാരമേൽക്കുന്ന സമയത്ത് ഈ അടുത്ത കാലത്താണ് SN കൃഷ്ണ BJPയുടെ ഭാഗമായിട്ട് മാറിയത്. കർണാടകയിലെ
BJPയെ സംബന്ധിച്ചിടത്തോളം മുതിർന്ന നേതാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതിൽ ഒരാളാണ് എസ് എൻ കൃഷ്ണ. അപ്പൊ എസ് എൻ കൃഷ്ണയെ അടക്കം കാണുകയും അയാളെ അടക്കം സ്വാധീനിക്കുന്ന ഒരു അവസ്ഥ കർണാടകയിൽ DK ഉണ്ടാക്കുമ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ BJP ഉറ്റുനോക്കുകയാണ്. അത് മാത്രമല്ല BJPയുടെ കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ചകളൊന്നും അത്ര ശുഭകരമല്ല. എന്നിരുന്നാലും രാഷ്ട്രീയപരമായിട്ട് സഭയിൽ പരസ്പരം കാണുമ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങളും ഇതൊക്കെ എടുക്കുന്നത് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പതിവാണ്. പക്ഷെ കർണാടക രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം എതിരാളികൾ കോൺഗ്രസിൻ്റെത് BJP തന്നെയാണ്. അത് ചെറിയ എതിരാളികളൊന്നുമല്ല. വേട്ടയാടലിന്റെ അവസാനത്തെ വക്കിൽ കൊണ്ടെത്തിച്ചിരുന്നു DK ശിവകുമാറിനെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരൊക്കെ ഇന്ന് വന്നിട്ട് DK ശിവകുമാറിനെ കാണുകയും ഒപ്പം നിന്ന് ചിത്രമെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് DK ശിവകുമാറിന്റെ രാഷ്ട്രീയ നേട്ടത്തിന്റെ അല്ലെങ്കിൽ DK ശിവകുമാർ എന്ന പവർ ഹൗസിന്റെ ഒരു വളർച്ചയുടെ കൊടുമുടിയിലെ കാഴ്ചകൾ തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും കർണാടകയിൽ നടന്ന വിപ്ലവകരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് പിറകെ അത് ഏറ്റുപിടിക്കുന്ന മധ്യപ്രദേശിലെ ഒരു സർക്കാരിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെ ഈ കർണാടക മോഡൽ കോൺഗ്രസിന്റെ ഒരു കോപ്പി ചെയ്ത് അത് പേസ്റ്റ് ചെയ്യുന്ന ഒരു നീക്കം ഇന്ത്യ ഒട്ടാകെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമ്പോൾ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. DK പോലെയുള്ള ഒരു നേതാവിനെ, സിദ്ധരാമയ്യെ പോലെയുള്ള ഒരു നേതാവിനെ മറ്റുള്ള സംസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒപ്പത്തിനൊപ്പം നേർക്ക് നേർ തൻ്റെ ഇടം എന്നുള്ള രീതിയിൽ തന്നെ കർണാടക രാഷ്ട്രീയത്തിൽ രണ്ടുപേരും ജ്വലിച്ചു നിന്നപ്പോൾ, നെഞ്ചു വിടർത്തി നിന്നപ്പോൾ അവിടെ BJPക്ക് മുട്ടുകുത്തേണ്ടി വന്നു. പൊതുജനങ്ങൾക്ക് ഈ രണ്ടുപേരെയും ഒരേപോലെ സ്വീകരിക്കേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് ഈ അടുത്ത കാലം ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട ഏറ്റവും ഡൈനാമിക് ആയിട്ടുള്ള ഒരു വിജയം തന്നെയാണ് കർണാടകയിൽ കോൺഗ്രസിനുണ്ടായിട്ടുള്ളത്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർണാടക മോഡൽ ഒരു കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഒരു അവസ്ഥ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന് വരുന്നു എന്നുള്ളതാണ്. കാരണം ഇത് വിജയിച്ചിരിക്കുന്നു. ഇത് വിജയിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ അതേപടി നടപ്പിലാക്കി എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാതിരിക്കുമ്പോഴാണ് സർക്കാർ പ്രതിസന്ധിയിലാവുക. ഇപ്പൊ BJP അത്തരത്തിൽ വലിയ പ്രതിസന്ധികൾ 2019 മുതലേ നേരിട്ടുകൊണ്ടേയുണ്ട്. പക്ഷെ അവർ അതിനൊരു പുകമറയിലൂടെ അല്ലെങ്കിൽ ഒരു വർഗീയ ചൊവ്വയിലൂടെയുള്ള ചില നീക്കങ്ങളിലൂടെ അതിനെ അവർ തടയുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വ്യക്തമായൊരു മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇത് വിപ്ലവകരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ്. അതുകൂടാതെ ഇനി വരുന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ 3 സംസ്ഥാനങ്ങൾ പിടിക്കുക, 2 നിലനിർത്തുക, 1 പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അതേസമയം തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ഒരു പുതിയ നേതാവും കൂടി കടന്നു വരുന്നുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന്റെ തുടക്കം DK ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കർണാടകയിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ളത്, ഏറ്റവും കൂടുതൽ ജനകീയനായിട്ടുള്ള വ്യക്തി, DK-യേക്കാൾ ശക്തൻ, ഇതൊക്കെ സിദ്ധരാമയ്യയാണ്. പക്ഷെ ആ സിദ്ധരാമയ്യക്ക് മുകളിലേക്ക് DK പോകാനുള്ള കാരണം അയാൾ വളരെ ശക്തമായി BJPക്ക് ഒരു വെല്ലുവിളിയായി നിന്നു എന്നുള്ളതാണ്. അതേസമയം മതേതരത്വം വെച്ച് പുലർത്തുകയും ഒക്കെ ചെയ്ത നേതാവ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ മാത്രമല്ല തെന്നിന്ത്യയിൽ അടക്കം തരംഗമാണ്. എന്തായാലും ഈ ഒരു വീഡിയോ, ഇപ്പോൾ ആദ്യം കാണിച്ച ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുമ്പോൾ BJP നേതാക്കളെ എല്ലാവരും ചോദിക്കുകയാണ്, DKയെ പേടിച്ചോ, DK ശിവകുമാറിനെ നിങ്ങൾ ഭയന്നോ എന്നുള്ളതാണ് ഏവരും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.